ബീഹാറിലെ തമ്മിൽ തല്ല് വേറൊരു തലത്തിലേക്ക് പോയ ഒരു കഥ നമ്മുടെ ആദിൽ പറയും. ബീഹാറിൽ RJDക്കെതിരെ കോൺഗ്രസും കോൺഗ്രസിനെതിരെ CPIയും പരസ്പരം മത്സരിക്കുന്നതാണ് 11 മണ്ഡലങ്ങളിലെ കൗതുക കാഴ്ച. കോൺഗ്രസിന്റെ 2 സിറ്റിംഗ് സീറ്റുകളിലാണ് CPI സ്ഥാനാർത്ഥികളുടെ മത്സരം. സീറ്റ് തർക്കമുള്ള മണ്ഡലങ്ങളിലെല്ലാം NDA വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരേ സഖ്യത്തിൽ ആയിട്ടും കോൺഗ്രസും RJDയും പരസ്പരം ശത്രുതയോടെ മത്സരിക്കുന്ന നാടാണ് ജമ്മു ജില്ലയിലെ സിക്കന്ദരയിൽ നിന്ന് റിപ്പോർട്ടർ വാർത്താ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട്. ബീഹാർ സിക്കന്ദര മണ്ഡലത്തിലെ RJD സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനമാണ് എനിക്ക് പിന്നിൽ. ഒരൽപ്പം മാറിയാൽ മഹാസഖ്യത്തിലെ തന്നെ മറ്റൊരു കക്ഷിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചരണവും കാണാനാകും. ജയസാധ്യതയുണ്ടായിരുന്ന മണ്ഡലത്തിൽ കോൺഗ്രസും RJDയും പരസ്പരം മത്സരിക്കുന്നതോടെ ജയം ഉറപ്പിച്ചിരിക്കുകയാണ് NDA. 2020 5505 വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സിക്കന്ദരയിൽ പരാജയപ്പെട്ടത്. ആഞ്ഞു പിടിച്ചാൽ ജയിക്കാമായിരുന്ന ഒരു മണ്ഡലം മഹാസഖ്യം ഇപ്പോൾ NDAക്ക് ദാനം ചെയ്തതുപോലെയാണ് സാഹചര്യം. കോൺഗ്രസിന് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നാണ് RJD സ്ഥാനാർത്ഥി ഉദയ് നാരായൺ ചൌധരി റിപ്പോർട്ടറിനോട് പറയുന്നത്. वही तो बता रहा हूँ कि सब सीट RJD जीतेगा, लालटेन जीतेगा, सिकंदरा भी लालटेन जीतेगा, जमुई भी लालटेन जीतेगा, झाझा भी लालटेन जीतेगा, चकाई भी लालटेन जीतेगा. ഇതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിനോദ് ചൌധരി. തൊട്ടുമുകളിൽ തേജസ്വി യാദവിന്റെ ചിത്രമുണ്ട്. സിക്കന്ദര മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിനുള്ളിൽ തേജസ്വിക്ക് സ്ഥാനമില്ല എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. കോൺഗ്രസ് സ്ഥിരമായി മത്സരിക്കുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത് തേജസ്വിയുടെയും RJDയുടെയും തെറ്റാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികരിക്കുന്നു. यहाँ पे कांग्रेस बहुत स्ट्रांग में है. 40 साल से कांग्रेस की सीट है. यहाँ कांग्रेस के हर गांव हर बूथ पर आदमी कांग्रेस का बहुल है. सिकंदरा, जमुई, झाझा और चकाई चारों जगह RJD लड़ रही है. इस बार यहाँ भी RJD ने निकला. क्या कांग्रेस केवल वोट देने के लिए बना है क्या? ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിയായ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയിൽ നിന്ന് പ്രഫുൽ കുമാർ മാഞ്ചിയാണ് NDAക്ക് വേണ്ടി മത്സരിക്കുന്നത്. ചട്ടിയാണ് ഹിന്ദുസ്ഥാൻ നവമോർച്ചയുടെ ചിഹ്നം. കഴിഞ്ഞ തവണ ചെറിയ വോട്ടിനാണ് ജയിച്ചതെങ്കിൽ ഇത്തവണ മഹാസഖ്യത്തിനുള്ളിൽ തന്നെ തർക്കമുള്ളതിനാൽ വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്നതാണ് NDAയുടെ പ്രതീക്ഷ. महागठबंधन के अंदर हर चुनाव में झगड़ा होता है. मुख्य रूप से लड़ाई RJD और NDA. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയും അസദുദ്ദീൻ ഉവൈസിയും സിക്കന്ദര മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഭൂരിഭാഗം BJP വിരുദ്ധ വോട്ടുകളും ഭിന്നിച്ചു പോകും. 10ഓളം മണ്ഡലങ്ങളിലാണ് മഹാസഖ്യത്തിലെ കക്ഷികൾ തമ്മിൽ പരസ്പരം മത്സരിക്കുന്നത്. ഈ മണ്ഡലങ്ങളിലൊക്കെ BJP വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഉത്തരേന്ത്യയിൽ ശരിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ BJP അനായാസം വിജയിക്കുന്നതിന്റെ ഉദാഹരണമാണ് ബീഹാറിലെ ഈ മണ്ഡലങ്ങൾ. സിക്കന്ദരയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ ബീഹാർ. അതാണ് ബീഹാറിലെ കാഴ്ച. നമുക്ക് വോട്ടെണ്ണുമ്പോൾ ബാക്കി പറയാം.